വിലക്കപ്പെട്ട പ്രണയം ഭാഗം 70. അങ്ങനെ അന്നേരം രണ്ടുപേരും കൂടി കിടന്നുറങ്ങിക്കഴിഞ്ഞ് പിന്നീട് രാത്രിയായപ്പോഴാണ് ഇരുവരും ഉണർന്നത്. അപ്പോഴേക്കും രണ്ടുപേരുടെയും ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ ഒരുവിധം ഒന്ന് കുറഞ്ഞിരുന്നു. ചെറിയ മമ്മിയും അടുത്ത ബന്ധുക്കളും ലതാമ്മയും ഋഷിയൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ. ബന്ധുക്കളൊക്കെ നാളത്തെ റിസപ്ഷൻ കൂടി കഴിഞ്ഞേ തിരികെ പോകുന്നുള്ളൂ. എല്ലാവരും ഓരോ ജോലികളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് ഉറങ്ങാൻ പോയി. ഋഷിയും പവനും ഒക്കെ തിരികെ വീട്ടിലേക്ക് പോയിരുന്നു. വലിയ കത്തിവേഷമൊന്നും കെട്ടിക്കാൻ നിർത്താതെ സാധാരണ വേഷത്തിൽ തന്നെയായിരുന്നു ആമി മുറിയിലേക്ക് പോയത്. എവിടെ സെറ്റ് സാരി, എവിടെ പാലെവിടെ? ആമി അകത്തേക്ക് കയറിയപ്പോൾ എബി കട്ടിലിൽ കിടക്കുകയാണ്. സാധാരണ വേഷത്തിൽ മുറിയിലേക്ക് വന്ന അവളെ കണ്ട് അവൻ തല കയ്യിൽ താങ്ങി കിടന്നുകൊണ്ട് അവളെ കളിയാക്കുകയാണ്. പിന്നെ ഈ പാതിരാത്രി ഞാനിനി ഇവിടെ അതൊക്കെ എടുത്തൊന്ന് തിരുവാതിര കളിക്കാം, ആമി അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. എബി പൊട്ടിച്ചിരിച്ചു. രണ്ടുപേർക്കും അന്നേരം ഉറക്കമൊന്നും വരുന്നില്ലായിരുന്നു. ഇത്രയും സമയം ഉറക്കം തന്നെ ആയിരുന്നല്ലോ. പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. നേരെ പതിവ് പോലെ ബാൽക്കണിയിലേക്ക് നടന്നു. സാധാരണ അവിടെ ഇട്ടിരിക്കുന്ന സോഫയുടെ രണ്ടറ്റത്തുമായി സംസാരിച്ചിരുന്നവർ ഇന്ന് അത്രയും അടുത്താണ് ഇരിക്കുന്നത്. കൈകൾ കോർത്തു പിടിച്ചിരിക്കുന്നു. എബിയുടെ നെഞ്ചിലേക്ക് ആമി തല ചേർത്ത് വെച്ചിട്ടുമുണ്ട്. മൗനമാണ് രണ്ടുപേരും. പക്ഷേ മനസ്സുകൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുമുണ്ട്. ശിവ. കുറച്ചു കഴിഞ്ഞതും എബി അവളെ ഒന്ന് വിളിച്ചു. അതിന് മറുപടിയായിട്ട് അവളൊന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തെപ്പറ്റി നിനക്കുള്ള എക്സ്പെക്റ്റേഷൻസ് എന്താണ്? പെട്ടെന്ന് എബി അങ്ങനെ ചോദിച്ചതും അവൻ്റെ നെഞ്ചിൽ നിന്ന് ആമി അവനെ ഒന്ന് മുഖമുയർത്തി സംശയത്തോടെ ഒന്ന് നോക്കി. എബി അത് ഗൗനിക്കാതെ എന്താണെന്ന രീതിയിൽ വീണ്ടും പുരിക ഉയർത്തി. എനിക്കങ്ങനെ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല. ഹാപ്പി ആയിരിക്കണം. ഇനിയെങ്ങാനും ദുഃഖങ്ങളോ വിഷമങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം ഒരുമിച്ച് തന്നെ നേരിടണം. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒന്നും എനിക്കില്ല. ആമി പറഞ്ഞതും എബി ഒന്ന് പുഞ്ചിരിച്ചു. അതൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല ഉദ്ദേശിച്ചത്. ഭാവി കാര്യങ്ങളും ഫിസിക്കൽ റിലേഷനെ കുറിച്ചും ഒക്കെ കൂടിയാണ്. അത് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആമിയുടെ കൈകൾ അവൻ്റെ കോർത്തു പിടിച്ചിരിക്കുന്ന കയ്യിൽ ഒന്ന് മുറുകി. ഐ നോ, മനസ്സുകൊണ്ട് അങ്ങനെയൊരു ലൈഫ് ഓക്കെ ആവാൻ നിനക്കിനിയും സമയം വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം ഞാൻ തന്നോട് തുറന്നു ചോദിച്ചത്. എബി അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ഒരു ജീവിതത്തോട് അഡ്ജസ്റ്റ് ആവാൻ എനിക്കധികം സമയം വേണമെന്നൊന്നും തോന്നുന്നില്ല. എബി പറഞ്ഞ് അവസാനിച്ചപ്പോൾ തന്നെ ആമി തിരികെ പറഞ്ഞിരുന്നു. യു മീൻ ഇപ്പോൾ തന്നെ വേണമെന്ന്? എബി അവളുടെ ചെവിക്കരികിൽ വന്ന് രഹസ്യം പോലെ ചോദിച്ചു. ചി, കൊല്ലും ഞാൻ. അവൻ കോർത്തു പിടിച്ചിരിക്കുന്ന കയ്യിൽ ഒന്ന് തല്ലി. രണ്ടുപേരും അങ്ങനെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പതിവിലും ഇരട്ടി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അവർക്ക്. ജീവിതത്തെക്കുറിച്ചുള്ള രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ, മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. മുന്നത്തെ ഓർമ്മകളും മറ്റുമൊക്കെ അങ്ങനെ ആലോചിച്ച് സംസാരിച്ച് രണ്ടുപേരും ആ രാത്രിയിൽ ഒരുപാട് സമയം അങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഒടുക്കം അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. രണ്ടും കൂടി രാത്രിയിൽ ഈ കണ്ട മഞ്ഞും കൊണ്ട് ഇവിടെ ഇരുന്നാണ് ഉറങ്ങിയത്. രാവിലെ തന്നെയുള്ള മുത്തശ്ശിയുടെ ശബ്ദമാണ് രണ്ടുപേരെയും ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്. ആമി സോഫയിലിരിക്കുകയാണ്. അവളുടെ മടിയിലേക്ക് തല ചായ്ച്ചു വെച്ച് വയറിലേക്ക് മുഖം അമർത്തി കിടന്നുറങ്ങുകയാണ് എബി. കുഞ്ഞുവാവയോട് എഴുന്നേക്കാൻ പറയും, വേഗം ആവട്ടെ. രാവിലെ തന്നെ രണ്ടുപേരും ഒന്ന് പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ ഒക്കെ പോയിട്ട് വാ. അവർ രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്നത് കണ്ടതും മുത്തശ്ശിക്ക് ചെറിയ രീതിയിൽ ഒരു ചടപ്പ് തോന്നിയിരുന്നു. അതുകൊണ്ട് ആമിയോട് കാര്യം പറഞ്ഞ് മുത്തശ്ശി വേഗം തന്നെ താഴേക്കിറങ്ങി. മുത്തശ്ശി അങ്ങനെ പോകുന്നത് കണ്ടതും ആമിക്കും ആകെ ഒരു ചമ്മൽ തോന്നി. ഇച്ചായ, അവൾ അവനെ കുലുക്കി വിളിച്ചു. അമ്മമ്മേ, കുറച്ചു നേരം കൂടെ. അങ്ങനെ പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. ആമി ഒന്ന് ഏങ്ങിപ്പോയി. ഇച്ചായ. ആമി കയ്യിലെ നഖം ഉപയോഗിച്ച് അവൻ്റെ മുഖത്തൂടെ പതിയെ ഒന്ന് തഴുകി. എബി ഒന്ന് കുറുകി. ഇടുപ്പിലിരിക്കുന്ന അവൻ്റെ കൈകൾക്ക് മുറുക്കം വരുന്നത് ആമി അറിയുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ അവനിപ്പോൾ ഉണർന്നിട്ടുണ്ട് എന്നവൾക്ക് മനസ്സിലായി. ഇച്ചായ കളിക്കല്ലേ, ദേ മുത്തശ്ശി അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ഉണർന്നേ. ആമി പറഞ്ഞതും എബി മുഖം ഉയർത്തി അവളെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. പിന്നെ വീണ്ടും അവളുടെ വയറിലേക്ക് തന്നെ മുഖം അമർത്താൻ ഒരുങ്ങി. ഇച്ചായ. ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവൾ അവൻ്റെ മുഖം പിടിച്ചുയർത്തി. നല്ല സുഖം, പഞ്ഞി പോലെ. ഇച്ചായ കളിക്കല്ലേ, വീട്ടിലെ ആളുകളൊക്കെ ഉള്ളതാണ്, എഴുന്നേറ്റേ. ഒരു കണക്കിന് അവൾ അവനെ കുത്തിപ്പൊക്കി എന്നോണം എഴുന്നേൽപ്പിച്ചു. വേഗം കുളിച്ചൊരുങ്ങി ഒരു സാരിയൊക്കെ എടുത്തു കൊടുത്തു. സമയം 7 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും 7:30-ക്കാണ് പള്ളിയിലെ കുർബാന. അത് കൂടണമെന്ന് കരുതിയത് കൊണ്ട് തന്നെ വേഗം ബൈക്കിലാദ്യം പള്ളിയിലേക്ക് തിരിച്ചു. കുർബാന കൂടി കഴിഞ്ഞതിന് ശേഷം നേരെ അമ്പലത്തിലേക്ക്. അമ്പലത്തിൽ നിന്ന് പോകുന്നത് വഴി ലതാമ്മയെയും ഋഷിയെയും കാണാമെന്ന് കരുതി അവരുടെ വീട്ടിലും കയറി.
അവിടെ കയറി പവനോടും എല്ലാവരോടും സംസാരമൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരാറാവുമ്പോഴേക്കും സമയം ഏകദേശം 11 മണി അടുപ്പിച്ചാകാറായിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടും വേണ്ടെന്ന് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്നു. അവിടെ വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചും പറഞ്ഞുമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരത്തെ റിസപ്ഷനുള്ള സമയമാകാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുക്കാനുള്ള ബ്യൂട്ടീഷ്യൻ അപ്പോഴേക്കും എത്തി. അപ്പോഴാണ് ആമി സാരി അന്വേഷിക്കുന്നത്. ഇന്നലെ പള്ളിയിൽ വെച്ച് അത് കയ്യിലേക്ക് ഇട്ട് തന്നതിന് ശേഷം ഒന്ന് ശരിക്കും നിവർത്തി നോക്കിയിട്ട് പോലുമില്ല. ബ്ലൗസ് ട്രൈ ചെയ്തിട്ടുമില്ല. അതെങ്ങനെയാണ്, അതിലെന്തോ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊന്നും നേരത്തെ ട്രയൽ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ അതൊന്നും എടുത്തു നോക്കാനുള്ള നേരവും കിട്ടിയില്ല. അതുകൊണ്ട് ഇത്രയും നേരമായിട്ടും അതൊന്നും ശരിക്കും നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇച്ചായ, ആമി സാരി അന്വേഷിച്ച് മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. എബി അവിടെ അന്നേരം മാറാനുള്ള ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു. എന്താ ഇച്ചായ, മന്ത്രകോടിയൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? അതിന്നലെ നമ്മുടെ വാർഡ്രോബിൽ എടുത്ത് വെച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞ് എബി വാർഡ്രോബിൽ നിന്ന് ഒരു ഹാമ്പർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ആമി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കാരണം ഇന്നലെ മന്ത്രകോടിയും ബൊക്കയും കൊണ്ടുവന്ന് ടേബിളിൽ വെച്ച് തോർക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടത് അവിടെ കണ്ടിട്ടില്ല. അത് കണ്ടിരുന്നുവെങ്കിൽ അത് താനൊന്നെടുത്ത് നിവർത്തി നോക്കുകയെങ്കിലും ചെയ്തേനെ. എബി അവളെ നോക്കാതെ പിന്നെയും ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു. തിരക്ക് അഭിനയിക്കുകയായിരുന്നു എന്നും പറയാം. ആമി ആ ഹാമ്പർ കട്ടിലിലേക്ക് വെച്ച് അഴിച്ചു നോക്കി. അതിനുള്ളിലിരിക്കുന്ന സാരി മന്ത്രകോടി തന്നെയാണെന്ന് മനസ്സിലായി. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ജ്വല്ലറി ബോക്സും ഉണ്ടായിരുന്നു. ആമി കൗതുകത്തോടെ അത് തുറന്നു നോക്കി. വളരെ മനോഹരമായൊരു ഡയമണ്ട് നെക്ലസ് ആയിരുന്നു അതിനുള്ളിൽ. വളരെ സിമ്പിളായിട്ടുള്ളത്. അതിന് ചേരുന്ന രീതിയിലുള്ള കമ്മലും മോതിരവും ബ്രേസ്ലെറ്റും ഒക്കെയുണ്ട്. അത് കയ്യിലേക്കെടുത്ത് ആമി എബിയെ ഒന്ന് നോക്കി. അവനും അതേസമയം അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എമറാൾഡ് ഗ്രീൻ നിറത്തിലുള്ള ഒരു സാരി ആയിരുന്നു എബി ആമിക്ക് വേണ്ടി പറഞ്ഞിരുന്നത്. സാരിയുടെ പല്ലുവിൻ്റെ ഭാഗത്ത് രണ്ടുപേരുടെയും പേരും കല്യാണത്തിൻ്റെ 2 ദിവസങ്ങളുമൊക്കെ എംബ്രോയിഡറി ചെയ്തു വെച്ചിട്ടുണ്ട്. സാരിയുടെ ബോർഡറിൽ മുഴുവൻ ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ബ്ലൗസും നല്ല രീതിയിൽ തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ പേരും ഡേറ്റും ഒക്കെ എംബ്രോയിഡറി ചെയ്തു വെച്ചിട്ടുണ്ട്. ആമി അതെല്ലാം കൗതുകത്തോടെ നിവർത്തി നോക്കി. ഇച്ചായൻ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിച്ചതാണോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അതിന് എബി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതിനൊരുപാട് വിലയായിട്ടുണ്ടാകും എന്നവൾക്കറിയാം. പക്ഷേ അതിനേക്കാൾ ഉപരി അതിൽ നിറഞ്ഞു നിൽക്കുന്നത് അവന് തന്നോടുള്ള സ്നേഹമാണ് എന്ന് തോന്നിപ്പോയി ആമിക്ക്. അവൾ ഓടിപ്പോയി അവനെ കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ച് കവിളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു. അവൾ വീണു പോകാതിരിക്കാനായിട്ട് എബി അവളെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി. ശേഷം ഒരു കൈ കൊണ്ട് അവൻ ചുണ്ടിൽ തൊട്ടു കാണിച്ചു. ഒട്ടൊരു മടിയും കൂടാതെ ആമി അവൻ്റെ ചുണ്ടിലും അമർത്തിയൊരു ഉമ്മ കൊടുത്തു. പിന്നെയും അധികം താമസിക്കാൻ നിൽക്കാതെ റിസപ്ഷന് വേണ്ടി രണ്ടുപേരും ഒരുങ്ങിയിറങ്ങി. കല്യാണം പോലെ തന്നെ അതിലും അധികം ആളുകൾ റിസപ്ഷന് വരും എന്നറിയാം. അതുകൊണ്ട് ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാത്തിനും തയ്യാറായി തന്നെയാണ് രണ്ടുപേരും കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോയത്. വിചാരിച്ചിരുന്നത് പോലെ തന്നെ പരിപാടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും രാത്രി 1 മണിയാകാനായിട്ടുണ്ടായിരുന്നു. വന്നതും മറ്റൊന്നും ആലോചിക്കാനില്ലാത്തതുപോലെ രണ്ടുപേരും വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കട്ടിലിലേക്ക് കിടന്നുറങ്ങിപ്പോയിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴാണ് രണ്ടുപേരുടെയും തലയൊന്ന് പൊങ്ങിയത്. ആമി കുളിച്ച് താഴേക്ക് വന്നപ്പോഴേക്കും താഴെയുണ്ടായിരുന്ന ബന്ധുക്കളെല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ട്. മുത്തശ്ശിയും ഉറക്കത്തിലാണ്. അടുക്കളയിൽ കയറി ഒരു ചായ ഇടാമെന്ന് കരുതി. കാരണം അല്ലാതെ ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ. അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. ആരാണെന്ന് സംശയത്തോടെ ചിന്തിച്ചുകൊണ്ട് ആമി വാതിലിനടുത്തേക്ക് വന്നു. മുത്തശ്ശിയും അപ്പോഴേക്കും ഉണർന്നങ്ങോട്ട് വന്നിരുന്നു. ആമി തന്നെ പോയി വാതിൽ തുറന്നു നോക്കി. ഋഷിയേട്ടാ എന്ന് വിളിച്ച് അവൾ ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു. ഋഷിയുടെ കൂടെ ശ്രുതിയും ലതാമ്മയും പവനും ഒക്കെ ഉണ്ടായിരുന്നു. വാ, അകത്തേക്ക് വാ. സന്തോഷത്തോടെ തന്നെ അവൾ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു. മുത്തശ്ശിയും അവരെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. ചായ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ അവൾ ഓടിപ്പോയി എല്ലാവർക്കുമുള്ള ചായ കൊണ്ടുവന്ന് കൊടുത്തു. എബി എവിടെ? ഇച്ചായൻ ഇതുവരെ ഉണർന്നിട്ടില്ല. ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം. അത് പറഞ്ഞ് ആമി മുകളിലേക്ക് നടന്നു. അവരെല്ലാവരും താഴെ ഇരുന്ന് സംസാരമായിരുന്നു. ആമി വന്ന് നോക്കുമ്പോൾ എബി കട്ടിലിൽ കമിഴ്ന്ന് കിടന്നുറക്കമാണ്. ആമി എഴുന്നേറ്റ് പോയതൊന്നും അവൻ അറിഞ്ഞിട്ടേയില്ല. പാവം, നല്ല ക്ഷീണം കാണും. 2 ദിവസത്തെ പരിപാടി മുഴുവൻ എല്ലാം ഒറ്റയ്ക്ക് ഓടി നടന്ന് ചെയ്യുമായിരുന്നു. ആമിക്ക് അവനെ കണ്ടപ്പോൾ തന്നെ പാവം തോന്നി. അവൾ കട്ടിലിൽ അവൻ്റെ അടുത്തേക്ക് പോയിരുന്നു. ഇച്ചായ. അവൻ്റെ തലയിലൂടെ തലോടിക്കൊണ്ട് അവൾ പതിയെ ഒന്ന് വിളിച്ചു. ഒന്ന് മൂളി അവൻ. പകുതി ഉറക്കം തെളിഞ്ഞിട്ടുണ്ട് എന്ന് ആമിക്ക് മനസ്സിലായി. ഇച്ചായ, താഴെ ഋഷിയേട്ടനൊക്കെ വന്നിട്ടുണ്ട്, വരുവോ? ആമി മെല്ലെ അവനെ വിളിച്ചു. അവൻ കയ്യും കാലും ഒന്ന് നിവർത്തിക്കൊണ്ട് കണ്ണു തുറന്നു. മുന്നിലിരിക്കുന്ന ആമിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ വേഗം തന്നെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു.
അത് പറഞ്ഞതും ആമി തലയാട്ടിക്കൊണ്ട് താഴേക്ക് പോകാൻ ഇറങ്ങി. പക്ഷേ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ എബി അവളുടെ കയ്യിൽ പിടിച്ചു. ആമി എന്താണെന്ന രീതിയിൽ അവനെ നോക്കി. അപ്പോൾ തന്നെ അവൻ അവൾക്ക് നേരെ മുഖം ചരിച്ചു കാണിച്ചു കൊടുത്തു. ആമി പുഞ്ചിരിയോടെ തന്നെ അവൻ്റെ കവിളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു. വേഗം വാ, അവരെല്ലാവരും താഴെ കാത്തിരിക്കുവാണ്. ആമി പറഞ്ഞ് താഴേക്കിറങ്ങിയതും എബി വേഗം തന്നെ കുളിക്കാനായി കയറി. എബി വരുന്നതുവരെ എല്ലാവരും താഴെ ഇരുന്ന് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയായിരുന്നു. ആമിയും എബിയെയും വിരുന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങളും മറ്റും പറയാനായിരുന്നു അവർ വന്നത്. എബി വന്നതും എബിയും അവരുടെ കൂടെ കൂടി. വിരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനാണ് അവർ വന്നത്. 2 ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും തിരികെ കുന്നുംപുറത്തേക്ക് പോവാണ്. അപ്പോൾ ആ ദിവസം തന്നെ ആമിയെയും എബിയെയും മുത്തശ്ശിയെയും വിരുന്നിന് കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത്. ഋഷി പറഞ്ഞതും മുത്തശ്ശി അപ്പോൾ തന്നെ അത് പറ്റില്ലെന്ന് പറഞ്ഞു. അത് പറ്റില്ല ഋഷി മോനെ, എനിക്കല്ലെങ്കിൽ തന്നെ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യാത്ര ചെയ്ത് ആകെ വയ്യാതിരിക്കുവാണ്. മാത്രമല്ല ഇവിടെ പറമ്പിലെ കാര്യങ്ങളൊക്കെ ആകെ താറുമാറായി കിടക്കുവാണ്. ഇനിയും എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് എബിയും ആമിയും മാത്രം വരുന്നുള്ളൂ. മുത്തശ്ശി പറഞ്ഞതും എല്ലാവരുടെയും മുഖമൊന്നും മങ്ങി. നിങ്ങൾ വിഷമിക്കണ്ട, എനിക്കിവിടെ ഒറ്റയ്ക്ക് നിന്നൊക്കെ നല്ല ശീലമുള്ളതാണ്. നിങ്ങൾ പോയിട്ട് എന്നാണെന്ന് വെച്ചാൽ തിരികെ വന്നാൽ മതി. പിന്നെ ഇവിടെ ഇപ്പോൾ ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ. മുത്തശ്ശി ഒരു കണക്കിന് എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിച്ചു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം കുന്നുംപുറത്തേക്ക് വിരുന്ന് പോകാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല പവൻ ഇന്ന് വൈകുന്നേരം തിരികെ ജോലിക്ക് പോകും എന്നും പറയാൻ കൂടിയാണ് വന്നത്. അതുമൊക്കെ കഴിഞ്ഞ് രാത്രിയിലെ ഭക്ഷണവും കഴിച്ചതിന് ശേഷമാണ് എല്ലാവരും പിരിഞ്ഞത്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം എബിയും ആമിയും കൂടി വിരുന്നിന് പോയിരുന്നു. തൻ്റെ കാര്യം പറഞ്ഞ് അവരുടെ സന്തോഷങ്ങളൊന്നും ഇല്ലാതാക്കരുതെന്ന് മുത്തശ്ശി കർക്കശമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപും എബി ഇങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോൾ മുത്തശ്ശി ഒറ്റയ്ക്കാകാറുണ്ടല്ലോ. അതുകൊണ്ട് അതോർത്ത് ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് 2 പേരെയും കുന്നുംപുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അങ്ങനെ 2 ദിവസത്തെ വിരുന്നിന് ശേഷം വിവാഹ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് 2 പേരും തിരികെ വീട്ടിലേക്കെത്തി. ദിവസങ്ങൾ പതിയെ പോയിക്കൊണ്ടിരുന്നു. എബി ജോലി തിരക്കുകളിലേക്ക് കടന്നു. ആമി സാധാരണ പോലെ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കിയും മുത്തശ്ശിയുടെ കൂടെ നടന്നും ഒഴിവ് സമയങ്ങളിൽ പഠിച്ചുമൊക്കെ അങ്ങനെ സമയം ചെലവഴിച്ചു. എത്ര തിരക്കായാലും 2 പേരും അവരവരുടെ ആയിട്ടുള്ള ക്വാളിറ്റി ടൈം കണ്ടെത്താൻ മടിക്കാറില്ല. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം അവർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാറുണ്ട്. പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഒത്തിരി സമയം 2 പേരും ചേർന്നിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം ശാന്തമായൊരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുവാണ്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.